ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. മലയോര മേഖലകളിൽ വിളവെടുപ്പിന് പിന്നാലെ കപ്പവാട്ടുകാലം സജീവമായി. വന്യമൃഗശല്യവും കൃഷിനാശവും പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും കർഷകർക്ക് ഇതൊരു ഉത്സവമാണ്. കഞ്ഞിയില്ലെങ്കിലും കപ്പയുണ്ടെങ്കിൽ വിശപ്പടക്കാമെന്ന പഴയ തലമുറയുടെ ആത്മവിശ്വാസം ഇന്നും തുടരുന്നുവെന്ന് പറയാം. വിളവെടുത്ത കപ്പ വരും വർഷത്തേക്കുള്ള കരുതൽ ശേഖരമായി മാറ്റുന്ന തിരക്കിലാണിപ്പോൾ മിക്കവരും. പ്രത്യേക അടുപ്പുകളിൽ വെള്ളം തിളപ്പിച്ച് കപ്പപ്പോളകൾ പാകത്തിന് പുഴുങ്ങിയെടുക്കുന്നതാണ് ആദ്യഘട്ടം. പനന്തടി കൊണ്ട് നിർമ്മിച്ച കോലുകൾ ഉപയോഗിച്ച് ഇളക്കി പാകപ്പെടുത്തി പാറപ്പുറങ്ങളിൽ നിരത്തി ഉണക്കുന്നു. പഴയ തലമുറയ്ക്ക് ഇതൊരു ഗൃഹാതുര സ്മരണയും പുത്തൻ തലമുറയ്ക്ക് ഒരു അപൂർവ കാഴ്ചയുമാണ്. പ്രതിസന്ധികൾക്കിടയിലും അതിജീവനത്തിന്റെ പാതയിലാണ് മലയോരത്തെ കർഷക ജനത ഇപ്പോൾ ഉള്ളത്. ഇടുക്കി ജില്ലയിലെ ആദ്യ കുടുംബശ്രീ പ്രീമിയം കഫേ റെസ്റ്റോറന്റ് വാഗമണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. വിനോദസഞ്ചാരികൾക്ക് ഗുണമേന്മയുള്ള ഭക്ഷണവും ആധുനിക സൗകര്യങ്ങളും നൽകുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ 15ാമത് കുടുംബശ്രീ പ്രീമിയം കഫേയാണിത്. പേട്ട ജംഗ്ഷനിൽ DTPC കെട്ടിടത്തിലാണ് കഫേ പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഇവിടെ ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങൾ ലഭ്യമാണ്. ശീതീകരിച്ച റെസ്റ്റോറന്റിൽ ഒരേ സമയം 100 പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. രാവിലെ 7 മണി മുതൽ രാത്രി 10 വരെ പ്രവർത്തിക്കുന്ന കഫേയിൽ പാർക്കിംഗ് സൗകര്യങ്ങളുമുണ്ട്. 20ഓളം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഈ സംരംഭത്തിലൂടെ നേരിട്ട് തൊഴിൽ ലഭ്യമാകുന്നുവെന്നതും ശ്രദ്ധേയമാണ്. മാങ്കുളം ആനക്കുളത്ത് പുഴയിൽ വെള്ളം കുടിക്കാനായി കാട്ടാനക്കൂട്ടങ്ങൾ എത്തിത്തുടങ്ങി. വേനൽ കടുക്കുന്നതോടെ എത്തുന്ന ഈ കാഴ്ച ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് വരുന്നത്. വനത്തിനുള്ളിൽ നിന്ന് കൂട്ടമായി എത്തുന്ന ആനകളെ വളരെ അടുത്തു കാണാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. മാങ്കുളത്തെ മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾക്കൊപ്പം ആനക്കുളത്തെ ഈ വന്യതയും സഞ്ചാരികളെ ആകർഷിക്കുന്നു. വേനൽക്കാലം ആരംഭിച്ചതോടെ വനത്തിനുള്ളിൽ നിന്നും ആനക്കൂട്ടങ്ങൾ ഈറ്റച്ചോലയാറ്റിലെ തെളിനീർ തേടിയെത്തും. കുട്ടിയാനകളും കൊമ്പന്മാരും ഉൾപ്പെടുന്ന വലിയ ആനക്കൂട്ടങ്ങളെ സുരക്ഷിതമായി കാണാൻ അവസരമുണ്ട്. സീസൺ സജീവമാകുന്നതോടെ വിദേശികളടക്കം നിരവധി ആളുകൾ പുഴയോരത്ത് കാഴ്ച ആസ്വദിക്കാൻ ഒത്തുകൂടും. വരും മാസങ്ങളിൽ മാങ്കുളത്തെ ടൂറിസം മേഖല കൂടുതൽ കരുത്താർജിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരയാടുകളുടെ പ്രജനനകാലം പ്രമാണിച്ച് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമായ രാജമല അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇനി 2 മാസത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഏപ്രിൽ 1 സന്ദർശകർക്കായി ഉദ്യാനം വീണ്ടും തുറക്കും. വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നു തുടങ്ങിയ സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രജനനകാലത്ത് വരയാടുകൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. ഏപ്രിൽ, മെയ് മാസങ്ങളിലായി ഉദ്യാനത്തിൽ പുതിയ വരയാടുകളുടെ കണക്കെടുപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 2025 കണക്കെടുപ്പ് പ്രകാരം 830 വരയാടുകളാണ് നിലവിൽ രാജമലയിലുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്റർ ഉയരത്തിലാണ് അതിമനോഹരമായ ഈ ആവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ദേശീയ സമ്മതിദായക ദിനാഘോഷത്തിൽ ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് മികച്ച അംഗീകാരം ലഭിച്ചു. മികച്ച ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായി ഇടുക്കി ജില്ലാ കളക്ടറെ കേരള ഗവർണർ പുരസ്കാരം നൽകി ആദരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടപ്പിലാക്കിയതിനാണ് ഇടുക്കിക്ക് ഈ നേട്ടം ലഭിച്ചത്. അതോടൊപ്പം ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് മികച്ച ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായും തെരഞ്ഞെടുക്കപ്പെട്ടു. വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയിൽ നടത്തിയ നൂതനമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഡിജിറ്റൈസേഷൻ, വോട്ടർ ബോധവൽക്കരണം തുടങ്ങിയ മേഖലകളിൽ തൊടുപുഴ മണ്ഡലം മികച്ച പ്രവർത്തനം നടത്തി. കൃത്യതയും വേഗതയും ഉറപ്പാക്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കി. ജില്ലയുടെ ഈ നേട്ടം വോട്ടർ പട്ടികയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ വലിയ മുന്നേറ്റമായി മാറി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടിംഗ് മെഷീനുകളുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയായതായി കളക്ടർ അറിയിച്ചു. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ ചെറുതോണി ടൗൺഹാളിലാണ് പരിശോധന നടന്നത്. ജില്ലയിലെ 1076 പോളിംഗ് ബൂത്തുകളിലേക്ക് ആവശ്യമായ യൂണിറ്റുകൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതിൽ 1345 കൺട്രോൾ യൂണിറ്റുകളും അത്ര തന്നെ ബാലറ്റ് യൂണിറ്റുകളും 1453 വിവിപാറ്റ് മെഷീനുകളും ഉൾപ്പെടുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വിവിധ മെഷീനുകളിൽ മോക്ക് പോൾ നടത്തി കൃത്യത ഉറപ്പാക്കി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.